സ്വാമി ജനിച്ച നാട്, സംഗീത അഭിരുചിക്കുള്ള കാരണം, മദ്രാസിലേക്ക് വരാനുള്ള കാരണം, ഇതൊക്കെ ഒന്ന് പറഞ്ഞാൽ വളരെ നന്നായിരിക്കും സ്വാമി. ഞാൻ ഡിസംബർ മാസം 1919 ഡിസംബർ മാസം 9-ാം തീയതിയാണ് എൻ്റെ ജനനം. അച്ഛൻ്റെ സ്വദേശം ആലപ്പുഴയാണ്. അമ്മയുടെ സ്വദേശം, അച്ഛൻ്റെ സ്വദേശം അമ്പലപ്പുഴയും അമ്മയുടെ സ്വദേശം ആലപ്പുഴയുമാണ്. അച്ഛൻ്റെ സ്വദേശം അമ്പലപ്പുഴയാണെങ്കിലും ഞാൻ ജനിച്ചത് ആലപ്പുഴയിലാണ്. അപ്പോൾ എല്ലാവരും എന്നെ ആലപ്പുഴക്കാരെന്ന് പറയും. പക്ഷെ ഇപ്പം എങ്ങനെ പറയണമെന്ന് വെച്ചിരുന്നാൽ എല്ലാവരും അവരവരുടെ നാട്ടുകാരാണ്. ഇപ്പോൾ ഏത് നാട്ടിൽ ചെന്നാലും എൻ്റെ നാട്ടുകാരനാണ് സ്വാമി എന്നേ പറയുള്ളൂ. ഇരിക്കട്ടെ. അങ്ങനെയായിട്ട് അച്ഛൻ്റെ പേര് വെങ്കടേശ്വരൻ എന്ന്, അമ്മയുടെ പേര് പാർവതി എന്ന്. അങ്ങനെ ഞാൻ കൊച്ചിയിലെ ഇരിക്കുമ്പോൾ അമ്പലപ്പുഴയ്ക്ക് എന്നെ എടുത്തുകൊണ്ട് പോകും. തിരികെ അവിടെ നിന്ന് അമ്പലപ്പുഴയിൽ നിന്ന് ആലപ്പുഴയ്ക്ക് കൊണ്ടുവരും. ഇങ്ങനെ എൻ്റെ അമ്മാവന്മാരാണ് എന്നെ എടുത്തുകൊണ്ട് പോകണതും വരുന്നതും ഒക്കെ. ഒരു 7ാമത്തെ വയസ്സ് ഞാനുള്ളപ്പോൾ എൻ്റെ അമ്മ പാടുന്ന പാട്ടിൽ ഒരു 20, 22, 27 പാട്ട് വരെ ഞാൻ പാടും. മുഴുവൻ ത്യാഗരാജ കീർത്തനമാണ്. അമ്മ നല്ല പാട്ടുകാരിയായിരുന്നു. അച്ഛൻ സംഗീതം രസിക്കുന്ന ആളാണ്. പക്ഷേ പാടാൻ വേണ്ടി അത്രത്തോളം ഒരു ഇതൊന്നുമില്ല. പക്ഷെ പാട്ട് കേൾക്കാൻ ഭയങ്കര പ്രിയമാണ്. അങ്ങനെയായിട്ട് എൻ്റെ കീഴെ ഉള്ള കുട്ടികൾ, അതായത് എനിക്ക് 2 സഹോദരന്മാരും ഞാനാണ് മൂത്തത്. എനിക്ക് കീഴെ 2 സഹോദരന്മാരും 4 അനിയത്തിമാരും ഉണ്ട്. അവരും എല്ലാവരും പാടും. അപ്പോൾ എൻ്റെ തൊട്ട അനിയത്തി ഒരു 10-12 വയസ്സായപ്പോൾ ഒരു ഭാഗവതരെ വിളിച്ച് അച്ഛൻ പാട്ട് പഠിപ്പിക്കാൻ ഏർപ്പാട് ചെയ്തു. പാട്ട് പഠിച്ചുകൊണ്ടിരുന്ന ഉടനെ അവർ പാട്ട് പറഞ്ഞു കൊടുത്ത് അവർക്ക് ആ പാട്ട് പാടുവാങ്ങുന്നതിന് മുമ്പേ ഞാൻ പാടും. അങ്ങനെയായിരുന്നു. അപ്പം പിന്നെ അച്ഛന് തോന്നി, എടാ ഇവനെ കൂടെ പാട്ട് പഠിപ്പിച്ചാൽ എന്നാന്ന് പറഞ്ഞ് തോന്നിയിട്ട് എന്നെ അനിയത്തിയുമായിട്ട് വെങ്കടാചലം പോയിട്ട് കിഞ്ചറ പോയിട്ട് എന്ന് പറയും, അദ്ദേഹത്തിൻ്റെ എന്നെ ശിഷ്യനായിട്ട് പാട്ട് പഠിപ്പിക്കാനായിട്ട് വെച്ചു. അങ്ങനെ പാട്ട് പഠിച്ചൊരു 1-1.5 കൊല്ലം കഴിഞ്ഞാണ് ഞാൻ കച്ചേരി ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഈ കച്ചേരി ചെയ്യാൻ തുടങ്ങി കുറേ അധികം കച്ചേരി ചെയ്തു. അത് കഴിഞ്ഞതിന് ശേഷം അമ്പലപ്പുഴ വീണ്ടും താമസമായി കഴിഞ്ഞാൽ ഉടനെ ഒരു വയസ്സൻ കയറി പറഞ്ഞു, വെക്കത്തപ്പ അന്നദാന പ്രഭു എന്ന് പറഞ്ഞ ഉച്ച നേരമാണ്, നല്ല വിശപ്പുണ്ട്, വെക്കത്തപ്പ അന്നദാന പ്രഭു എന്ന് പറഞ്ഞ കാലത്ത് അന്നദാന പ്രഭു എന്ന് പറഞ്ഞിട്ടല്ലോ എന്താ കാര്യം എന്നറിയാം എന്ന് ഉദ്ദേശിച്ച് നേരെ അദ്ദേഹത്തിനൊക്കെ ചോദിച്ചു. അങ്ങനെ വെക്കത്തപ്പനെ പറ്റി വിചാരിച്ച ആകാത്ത കാര്യം ഒന്നും ഉണ്ടോ എന്ന് പറഞ്ഞിട്ട് ചോദിച്ചു. ശരിയെന്നും പറഞ്ഞ് അന്ന് തുടങ്ങിയതാ. കിടക്കാൻ നേരത്ത് വെക്കത്തപ്പ അന്നദാന പ്രഭു എന്ന് പറഞ്ഞ് കിടക്കും. എണീക്കുമ്പോൾ വെക്കത്തപ്പ എന്നും പറഞ്ഞ് എണീക്കും. ഇങ്ങനെ ഒരു 12 ദിവസമായപ്പോൾ 13-ാം പക്കം വെക്കത്ത് എനിക്കൊരു കച്ചേരി എന്ന് വെച്ചാൽ ബെസ്റ്റ് കച്ചേരി, ഞാൻ മാത്രമേ ഉള്ളൂ. കച്ചേരി പാടി അതിനടുത്ത ദിവസം വെക്കത്ത് ട്യൂഷനും എനിക്ക് കിട്ടി. അങ്ങനെ ട്യൂഷൻ കിട്ടിയപ്പോൾ പിന്നെ വെക്കത്തപ്പൻ നമ്മളെ കൈവിട്ടില്ലെന്നും പറഞ്ഞൊരു കൂടുതലൊരു വെക്കത്തപ്പനോടൊരു പ്രതിപത്തി അങ്ങ് വന്നിട്ട് 3.5 കൊല്ലം നിർമ്മാല്യം തൊഴുതു. ഈ 3.5 കൊല്ലവും നിർമ്മാല്യം തൊഴുകുമ്പോഴൊക്കെ എനിക്ക് ട്യൂഷനും ഉണ്ട്, നല്ല വരുമ്പടിയും ഉണ്ട്, എല്ലാം ഉണ്ട്. അങ്ങനെ ഇരുന്ന കാലത്താണ് വെക്കത്തുകാരെല്ലാവരും കൂടെ ചേർന്ന് എന്നെ ഇയാളൊന്ന് പറഞ്ഞേക്കണം, അല്ലെങ്കിൽ ഇയാൾ ഇവിടെ നിന്ന് ഇങ്ങനെ ഭാഗവതരെ എന്ന് പറഞ്ഞാൽ പ്രയോജനമില്ല എന്ന് പറഞ്ഞ് വിചാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അച്ഛൻ്റെ ഒരു കത്ത്, ഞങ്ങളൊക്കെ മദ്രാസിൽ പോവുകയാണ്, നീ കൂടെ വരണം
ഞാൻ പറഞ്ഞു ഞാനൊന്നും വരുന്നില്ല, എനിക്കിവിടെ ജോലിയൊക്കെ ഉണ്ട്. വെക്കത്തേര് സമ്മതിക്കില്ല. ഇവനെ എങ്ങനെയെങ്കിലും ഒന്ന് ചുറ്റി പറഞ്ഞേക്കണം. വിരോധമല്ല, സ്നേഹത്തിൽ കൂടെ ഇയാളെ എങ്ങനെയെങ്കിലും തട്ടി ഇവിടുന്ന് വിടണം എന്നും പറഞ്ഞ് അവരവസാനം ഭാവതിരുവാൾ മദ്രാസിൽ ചെന്നേ മതിയാവും എന്നുള്ള ഒരു കണക്കിൽ എന്നെ അവിടുന്ന് പറഞ്ഞയച്ചു. ഞാൻ മദ്രാസിൽ വന്നു. വന്ന ആദ്യത്തെ ട്യൂഷൻ എനിക്ക് വസന്തഗോകുലത്തിൻ്റെ ട്യൂഷനാണ്. NC വസന്തഗോകുലം, പഴയ പാട്ടുകാരി. അവർക്ക് 2 കൊല്ലം പാട്ട് പറഞ്ഞു കൊടുത്തു. അങ്ങനെ മദ്രാസിൽ വന്ന് ശരി നമുക്കിനി മദ്രാസിൽ ഇരിക്കാം, ഒരു സീറ്റ് ഉണ്ടെന്നും പറഞ്ഞ് ചുമ്മാ കയറിയിരുന്നതാണ്. അങ്ങനെയാണ് ഞാൻ മദ്രാസിലേക്ക് വന്നത്. മദ്രാസിൽ വന്ന് സ്വാമി സംഗീതജ്ഞനായിട്ട് തന്നെ തുടർന്നു. പിന്നെ സിനിമാ രംഗത്തേക്ക് വരാനുള്ള കാരണം? അതിപ്പോൾ ഞാൻ പീലിയിലെ ഉണ്ടല്ലോ, അവർ വെക്കത്ത് ഞാനിരുന്നപ്പോൾ വന്നിട്ടുണ്ട് ഒരിക്കൽ കൊച്ചിലെ. അപ്പോൾ പാവാട, ഒരു ചെറിയ പാവാടയും ഒരു ചെറിയ ഗൗണും ഒക്കെ ഇട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അവർക്കൊരു 12 വയസ്സ് കാണും. അപ്പോൾ ലീലയുടെ അച്ഛൻ വന്ന് ലീലയുടെ പാട്ട് ഞാൻ കേൾക്കണം എന്നും പറഞ്ഞുകൊണ്ട് വിളിച്ചോണ്ട് വന്ന് വരവാ. അവൻ വീട്ടിൽ ചെന്ന് പാട്ടൊക്കെ കേട്ടു. അന്ന് ഞാൻ പറഞ്ഞു ഈ കുട്ടിക്കൊരു വലിയ ഭാവിയുണ്ട് എന്ന് ഞാൻ പറഞ്ഞു വിട്ടു. എനിക്ക് പിന്നെ വേറെ ഒന്നും അറിഞ്ഞൂടല്ലോ. നന്നായിട്ട് പാടി. സാരസമുഖി സകല ഭാഗ്യത്തെ എന്നും പറഞ്ഞ ഗൗഡമല്ലാരുടെ കീർത്തനം അതാണ് പാടിയത്. അത്രയും പാടിക്കഴിഞ്ഞാൽ അവർക്ക് നല്ല കാലം ഉണ്ടെന്ന് പറഞ്ഞ് വിട്ടു. ഇവർ മദ്രാസിൽ വന്നിട്ട് ഒരു ദിവസം ലീലയുടെ അച്ഛൻ മേനോ കയറി വന്നു ഞാൻ ഇരിക്കുന്ന വീട്ടിൽ. അന്ന് ഞാൻ ഇരിക്കുന്ന പൂത്തരുമില്ല. ഇങ്ങനെ വന്നിങ്ങനെ നോക്കി വെച്ച് തേടിയ വള്ളി കാലെ ചുറ്റി എന്ന് പറഞ്ഞു. എന്തോ സമാചാരമാണ് സാറേ, എന്തൊന്നായി തേടിയ വള്ളി കാലെ? സാധനമൊന്നുമില്ല, നാളെ മുതൽ രാവിലെ ലീലയെ പഠിപ്പിക്കാൻ കാണും. ഞാൻ പറഞ്ഞു ഇനി ഒരാളോടെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയല്ലയോ, പിന്നെ നമ്മൾ ഒന്നുമില്ല, അയാളെയൊക്കെ ഞാൻ സന്തോഷമായിട്ടൊക്കെ ശരിപ്പെടുത്തിക്കൊള്ളാം, പക്ഷേ ലീലയെ പഠിപ്പിക്കാൻ വരണം എന്ന് മാത്രം പറഞ്ഞേച്ച് പിറ്റേ ദിവസം ലീലയ്ക്ക് ട്യൂഷൻ എടുത്തു. ലീലയ്ക്ക് ഒരു 2 കൊല്ലം ട്യൂഷൻ എടുത്തു. 1 കൊല്ലം 1.5 കൊല്ലം ട്യൂഷൻ എടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് KNK പ്രൊഡക്ഷന് കോഷി, അഭയദേവ്, അഗസ്റ്റിൻ ജോസഫ്, യേശുവിൻ്റെ ഫാദർ ഇവരെല്ലാവരുമായിട്ട് വീട്ടിൽ വന്നിട്ട് സ്വാമി ഞങ്ങൾക്ക് നല്ലതങ്ക പടത്തിനൊരു വിരുത്തം വേണം. ഞാൻ പറഞ്ഞു വിരുത്തം അതൊന്നുമില്ല, നാളെ ഞങ്ങൾ വിരുത്തം എഴുതി തരാം. അപ്പോൾ അഭേദം കൂടെ ഉണ്ട്. അപ്പോൾ ലീലയുടെ വീട്ടിലേക്ക് സ്വാമി എപ്പോഴാണ് പോകുന്നത്? ഞാൻ പറഞ്ഞു ഞാൻ രാവിലെ 2 മണിക്ക് പോകും. അപ്പം ഞങ്ങൾ അവിടെ വരും, ഞങ്ങൾ വിരുത്തവും കൊണ്ടേ വരും, സ്വാമി ഇട്ട് തരണം. ഓ എന്ന് പറഞ്ഞ് അവിടെ ചെന്ന് ശംഭോ ഞാൻ കൺമതെന്താണിതം അടയുകയോ മൽ കവാടങ്ങളയ്യോ എന്നും പറഞ്ഞൊരു വിരുത്തം, ആദ്യത്തെ വരി. ആ വരി നല്ല ശരിക്കിനെ കൊണ്ടു. കാരണം അടയുകയോ മൽ കവാടങ്ങളയ്യോ എന്നാണ് എൻ്റെ എഴുതി വെച്ചിരിക്കുന്നത്. എൻ്റെ കഥകളൊക്കെ മൂടാൻ പാടണ്ടോ എന്നാണ്. അതിനുശേഷം ഇന്ന് വരെ ആ കഥ അടച്ചിട്ടില്ല. അന്ന് തുറന്ന കഥമാണ് മ്യൂസിക് ഡയറക്ഷൻ്റെ. അങ്ങനെയായിട്ട് ആ വിരുദ്ധം ലീല തന്നെ
പാടിക്കഴിഞ്ഞ് ഞാൻ തിരുവനന്തപുരത്തേക്ക് പോണം. തിരുവനന്തപുരത്തേക്ക് എന്നെ ഈ നമ്മുടെ ശശിധരൻ എന്ന് പറഞ്ഞ പടത്തിന് വേണ്ടി എന്നെ വിളിച്ചു. അപ്പോൾ വിളിക്കാൻ നേരത്ത് പിന്നെ ഓടി വന്നിരിക്കുന്നു, ഈ ആനയെ പിടിക്കാൻ ഒരു വിരുദ്ധം വേണോ? സാറേണ്ടോ, ആനയെ പിടിക്കുന്ന ഒരു വിരുദ്ധം കൂടെ തരണം, അത് കഴിഞ്ഞിട്ട് സാധനം പൊക്കോളൂ എന്ന് പറഞ്ഞു. ശരിയെന്നും പറഞ്ഞ് ഏത് വിരുദ്ധം ഓർമ്മയില്ലാതും വിരുദ്ധം ഇട്ട് കൊടുത്തു. തിരികെ ഞാൻ ശശിധരന് ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അവിടെ വെച്ച് തിരുവനന്തപുരത്ത് വെച്ച് ആളെന്നെ വന്ന് പിടിച്ച് നല്ലതും കണ്ണ് ബാക്കി പാട്ടും കൂടെ ഇടണം എന്നും പറഞ്ഞ് എന്നെ ആലപ്പുഴയ്ക്ക് വിളിച്ചിട്ട് പോയി. അങ്ങനെ നല്ലതങ്ക പടം മുഴുവനും മ്യൂസിക് ഡയറക്ഷൻ ചെയ്തു. അന്ന് അഗസ്റ്റിൻ ജോസഫാണ് ഹീറോ. ഇത് നല്ലതങ്കാളിൽ വയ്ക്കം മണിയുണ്ട്. അങ്ങനെയായിട്ട് നല്ലതങ്ക പടം ഫിനിഷ് ചെയ്തു. അതിന് ശേഷമാണ് നവലോകം എന്ന് പറഞ്ഞ് അങ്ങനെ ഓരോ പടമായിട്ട് അങ്ങോട്ട് തുടങ്ങിയത്. സൗഗന്ധികങ്ങളെ വിടരുവിൻ, സമാധിയിൽ നിന്നുണരുവിൻ, മൗനമകരന്തം വിളമ്പും മധുര സ്വപ്നശതങ്ങളെ, സൗഗന്ധികങ്ങളെ വിടരുവിൻ, സമാധിയിൽ നിന്നുണരുവിൻ. ചന്ദ്രിക വിളിച്ചു, കുളിരിൽ മുങ്ങിയ തെന്നലിൽ ഒരു കവിത നിങ്ങളെ തഴുകിയോ. എപ്പോഴാണ് സ്വാമിയുടെ പാട്ടിന് ഒരു അവാർഡ് കിട്ടിയത്? ആദ്യത്തെ അവാർഡ് എനിക്ക് സംഗീത നാടക അക്കാദമിയുടെ അവാർഡാണ്. നമ്മുടെ അന്ന് ശ്രീ വി വി ഗിരി ആണെന്ന് തോന്നുന്നു ഗവർണർ കേരള. 1900 അതായത് 50 നിന്ന് 60 വരെ ഉള്ള പടങ്ങൾ എന്നാണ് ആദ്യം എഴുതിയിരുന്നത് ആ അവാർഡില്. 960, 61 ഇട്ടാ മതി എന്നും പറഞ്ഞിട്ട് സംഗീത നാടക അക്കാദമിയുടെ ജ്ഞാനസുന്ദരിക്കാണ് ആ അവാർഡ് എനിക്ക് കിട്ടിയത്. അത് മേടിച്ചു. അതിനുശേഷം പിന്നെ മദ്രാസിൽ ഈ ഫിലിം ഫാൻസ് അസോസിയേഷൻ അതിന് കൊല്ലം തോറും എനിക്ക് നടന്നുകൊണ്ടിരുന്നു. ഒരു 4-5 എണ്ണം മേടിച്ചിട്ടുണ്ട് അതിൽ വരിയായിട്ട്. അത് കഴിഞ്ഞ് പിന്നെ 1971 സ്റ്റേറ്റ് അവാർഡ് തന്നു. അതേത് പാട്ടിനായിരുന്നു? വിലയ്ക്ക് വാങ്ങിയ വേണക്കാണ് അത് കിട്ടിയത്. മനതാരിൽ മലരിടും സ്വപ്നങ്ങളെ, മാനവ വ്യാമോഹ പുഷ്പങ്ങളെ, ഇനിയുറങ്ങൂ, ഇനിയുറങ്ങൂ. ഓടി ഓടി തളർന്നു കിടക്കുന്നു ഒരു ഗാന സാമ്രാജ്യ രാജകുമാരൻ. ആശകൾ തന്നുടെ ചുമടും പേറി അലഞ്ഞു വന്നൊരു രാജകുമാരൻ. ഇനിയുറങ്ങൂ, ഇനിയുറങ്ങൂ. സ്വാമിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പാട്ട് പറയാമോ? മനുഷ്യർക്ക് ഇത് നല്ലതായിട്ട് തോന്നുന്നുണ്ടോ അതെല്ലാം എനിക്കിഷ്ടമാണ്. അത്രേ പറയാനുള്ളൂ. കാരണം എൻ്റേത് ഇഷ്ടം എല്ലാം ഇഷ്ടം. പക്ഷെ മനുഷ്യർക്ക് ഏതെല്ലാം തോന്നുന്നുണ്ടോ ആ പാട്ടെല്ലാം നല്ല പാട്ടാണ്.
എന്ന് മാത്രം നമ്മൾ കണക്കാക്കിയാൽ മതി. കാരണം ഇന്ന പാട്ട് നല്ല പാട്ടാണെന്ന് ഞാൻ പറഞ്ഞു അതൊന്നും ഞങ്ങൾക്ക് പിടിച്ചില്ല എന്നൊരുത്തം പറയുകയാണെങ്കിൽ നമ്മൾ തോറ്റു പോവുകയുള്ളൂ. അതിൽ കാര്യമൊന്നുമില്ല. അല്ല, എന്നാലും ഒരു ആത്മതൃപ്തി ഉണ്ടല്ലോ. ആത്മതൃപ്തി, വാസ്തവത്തിൽ ആത്മതൃപ്തിയോടുകൂടെ ഇതുവരെ ചെയ്തിട്ടുള്ള ജോലി. തേടി തേടിയണഞ്ഞു ഞാൻ ഗന്ധർവഗായകർ പാടുമീ സോപാനം നിൻ ശ്രീലകമണ്ഡല സോപാനം സുമേരു സമാന ഹിരണ്മയ ഗോപുരവാതിൽ തുറന്നു മുന്നിൽ തേടി തേടി അണഞ്ഞു ഞാൻ ഗന്ധർവഗായകർ പാടുമീ സോപാനം മഗരി സരി ഗമ ഗരി ഗമ ദമദ സരി ഗരി മഗരി ഗമ രി ഗമ ദ രി ഗമ രി ഗ സരി ഗ സ ദമദ സരി സാ സരി ദ ദ സ മ മ ദ ഗ ഗ. അന്നത്തെ കാലത്തെ പാട്ടും ഇന്നത്തെ പാട്ടിനും തമ്മിലുള്ളൊരു വ്യത്യാസം സ്വാമിക്ക് പറയാമോ? ഓൾഡ് ഈസ് ഗോൾഡ് സംഭവിക്കുന്നു. അത് സംഭവിക്കുന്നു. ഓൾഡ് ഈസ് ഗോൾഡ്. അപ്പോ പഴയത് എന്നും നല്ലതാ. മുമ്പൊക്കെ പാട്ട് എഴുതിയിട്ടാണ് മ്യൂസിക് ഇടാറുള്ളത്. പക്ഷെ ഇപ്പോൾ അതിനൊരു ചെറിയ വ്യത്യാസം, മ്യൂസിക് ചെയ്തിട്ട് പാട്ട് എഴുതാറുണ്ട്. അതിലെന്താണ് സ്വാമിയുടെ അഭിപ്രായം? പാട്ടിന് എഴുതുന്ന ആൾക്ക് 60% ഇമ്പോർട്ടൻസ്, 40% സംഗീതത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക എന്നുള്ളതാണ് ഞാനിതിനു മുമ്പേ പറഞ്ഞിരിക്കുന്നത്. അതെങ്ങനെയാണെന്ന് വെച്ചിരുന്നാൽ, ഈ ട്യൂൺ ഇട്ടേച്ച് പാട്ട് എഴുതിയാൽ ഈ പാട്ട് എഴുതുന്നവർക്ക് ഈ വാക്കുകൾ അർത്ഥത്തോടുകൂടെ ചേരാനുള്ള വിഷമങ്ങളൊക്കെ കിട്ടും. മറ്റേത് അതല്ല. ഈ പാട്ട് എഴുതി കഴിഞ്ഞാൽ യു ഗെറ്റ് എൻ ഐഡിയ ഇൻ യു. ഇപ്പോൾ ഒരു പാട്ട് എഴുതി, ഇപ്പോൾ മന്നവനായാലും പണ്ഡിതനായാലും മാനം പോയാൽ പിന്നെ അവന് മാനവ ജീവിതം എന്തിനൊളിവ് എന്ന് പറഞ്ഞാൽ ഉടനെ ഇപ്പോൾ ട്യൂൺ ആദ്യം ഒട്ടില്ല. മന്നവനായാലും പണ്ഡിതനായാലും മാനം പോയാൽ എന്തിനു പിന്നെ മാനവ ജീവിതമുലകിൽ മാനവ ജീവിതമുലകിൽ. വാസ്തവത്തിൽ ആ സാഹിത്യം നമ്മുടെ മനസ്സിനകത്ത് കയറി കൊണ്ടതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ട്യൂൺ വന്നത്. മുമ്പ് ഇങ്ങനെ ഒരു ട്യൂൺ ഉണ്ടാകുകയില്ല. ആലാപനം ആലാപനം അനാദി മധ്യാന്തമീ വിശ്വചലനം അനവദ്യ സംഗീതാലാപനം ആലാപനം ആലാപനം സ്വാമി പല സിനിമകളിലും തനിയെ പാടിയിട്ടുള്ളതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. ഒരു പാട്ട് ഞാൻ പാടിയിട്ടുണ്ട്. ആ പാട്ടൊന്ന് പാടാമോ? നഗരാതി എണ്ണയുണ്ട്, സഹജരാതി കുഴമ്പുണ്ട്, പടവലാതി ലേഹ്യമുണ്ട്, വേണ്ടി വന്നാൽ അലവല്ലാതി നെയ്യുമുണ്ട്. സ്വാമി ഇത്രയും വലിയ സംഗീതജ്ഞനാണല്ലോ. സ്വാമി ഇട്ട ട്യൂൺസ് സ്വാമിയുടെ തൃപ്തിക്കനുസരിച്ച് എല്ലാവരും പാടിയിട്ടുണ്ടെന്നുള്ള ഒരു തൃപ്തി സ്വാമിക്ക് ഇത്രയും കാലത്തെ സിനിമാ ജീവിതത്തിൽ സ്വാമി സംതൃപ്തനാണോ? അഗസ്റ്റിൻ ജോസഫ്, ഞാൻ പറഞ്ഞല്ലോ, ആദ്യം നല്ലതെങ്കിൽ ഹീറോയ്ക്ക് ഞാൻ പാട്ട് കൊടുത്തു. അദ്ദേഹം പാടി.
അത് കഴിഞ്ഞ് ശ്രീകോവിലാണ് ആദ്യമായിട്ട് യേശു വന്നത്. യേശുവും പാടി. ഇനിയിപ്പോൾ അടുത്തതായിട്ട് ഇപ്പോൾ യേശുവിൻ്റെ മകൻ ഒരാൾ വന്നല്ലോ, അയാളെ കൂടെ ഒന്ന് പാടിച്ചാൽ കൊള്ളാമെന്നൊരു മോഹം ഉണ്ടായിരുന്നു. അതിപ്പോൾ യേശുവിൻ്റെ ഒരു ഇതുകൊണ്ട് മകനെയും ഞാൻ പാടിച്ചു. അങ്ങനെ 3 തലമുറയ്ക്ക് ഞാൻ സംഗീതം ചെയ്തു. സിനിമയ്ക്ക് തന്നെ, എന്നുവെച്ചാൽ 2 സിനിമയും 1 കാസറ്റും അങ്ങനെയൊന്നും പോയില്ല. 3 സിനിമയ്ക്ക് തന്നെ. അവസാനം ഈ ഇടനാഴിയിൽ കാലച്ചാന്ന് പറഞ്ഞിട്ട് ഭദ്രന്റെ പടത്തിന് അതിൽ യേശുവിൻ്റെ മകനെ കൊണ്ട് പാടിച്ചു. അങ്ങനെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ വളരെ തൃപ്തനാണ്.